കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി മരിച്ച കൊട്ടാരക്കരയിലെ അമൃതരാജിന്റെ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട ബന്ധുക്കൾ ഇതേ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ ഗുരുതരാവസ്ഥയിലായ നീതുവിനെ ചികിത്സിച്ച ഡോക്ടർ തന്നെയാണ് അമൃതരാജിനെയും ചികിത്സിച്ചത്. കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അമൃതരാജിന്റെ വീട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് കേസ് ഒതുക്കാൻ ശ്രമം നടക്കുന്നതായും വീട്ടുകാർ 24നോട് പരാതിപ്പെട്ടു. 24 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരത്ത് കൊഴുപ്പുനീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി നില ഗുരുതരമായ ടെക്നോപാർക്ക് ജീവനക്കാരി നീതുവിന് ചികിത്സ ലഭ്യമാക്കിയ അതേ ആശുപത്രിയിൽ തന്നെ കൊഴുപ്പുനീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ജീവൻ നഷ്ടമായ ഒരാളുണ്ട് കൊട്ടാരക്കര പുത്തൂർ തേവലപ്പുറം സ്വദേശി അമൃതരാജ്. ജൂൺ 11 തിരുവനന്തപുരം പേട്ടയിൽ പ്രവർത്തിച്ചിരുന്ന കോസ്മെറ്റിക് ക്ലിനിക്കിൽ അമൃതരാജ് കൊഴുപ്പുനീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. തിരികെ വീട്ടിലെത്തിയ അമൃതരാജിന് ശാരീരിക അസ്വസ്ഥതകൾ രൂക്ഷമായി. ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ നീതുവിന് ലഭിച്ച അതേ മറുപടി. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. അന്ന് വൈകിട്ട് തന്നെ പ്രശ്നമായി. വയറ് വല്ലാതെ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർ ബിബ്ലേഷനെ വിളിക്കുന്നു. പുള്ളിക്കാരൻ പറയുന്നത് ഇത് സർജറിയുടെ ഭാഗമായിട്ടുള്ള പെയിനാണ്. അപ്പോൾ ആ പെയിൻ കുറച്ചൊക്കെ സഹിക്കണം, ഉപ്പിട്ട കഞ്ഞോളം കുടിച്ചാൽ മതി, അപ്പോൾ ഈ പ്രശ്നം കുറേയൊക്കെ അങ്ങ് മാറും. അപ്പോൾ പറഞ്ഞു വയറ് പെരുകുന്നുണ്ട്, അത് ഗ്യാസിന്റെ, അതൊരു ഗ്യാസ് ട്രബിൾ അതിന്റെ മെഡിസിൻ മേടിച്ച് ലോക്കൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിച്ചാൽ മതി, പെയിന് ഡോളോ കഴിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ, ഇതിന് മരുന്ന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും ആശുപത്രിയിലെത്തിയ അമൃതരാജിനെ ആശുപത്രി അധികൃതർ തന്നെ മറ്റൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും 19 മരിച്ചു. കൊഴുപ്പുനീക്കൽ ശസ്ത്രക്രിയയിലെ പിഴവും നിലവാരമില്ലാത്ത ആശുപത്രിയിലെ ചികിത്സയുമാണ് മരണകാരണമെന്ന സഹോദരൻ അശോക് കുമാർ. ICU അതാണ് തമാശ. ഞാൻ ഈ ICU എന്ന് പറയുന്നത് നമ്മുടെ കോൺസെപ്റ്റിലുള്ള ഒരു ICU ഉണ്ടല്ലോ, വലിയ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ വെച്ചിട്ടുള്ളത്. ഇതൊരു കാർഡ്ബോർഡ് ആണോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഡോമെട്രി പോലൊരു സാധനം. 8030 ml കൊഴുപ്പ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 8030, അതായത് 8 ലിറ്റർ കൊഴുപ്പ് ഒരാളുടെ ബോഡിയിൽ നിന്ന് ഒരു ദിവസം എടുത്താൽ അയാൾ മരിച്ചു പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയ, എനിക്ക് അത്യാവശ്യം എന്റെ അറിവില്. 2021 മരിച്ച അമൃതരാജിന്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവന്നത് 3 വർഷത്തിന് ശേഷം. കാര്യമായ അന്വേഷണം നടത്താതെ കേസ് ഒതുക്കുകയായിരുന്നു പോലീസിന് താൽപര്യമെന്നും കുടുംബം പറയുന്നു. ഡോക്ടറുടെ ഉന്നത ബന്ധങ്ങളും IMAയുടെ ഇടപെടലുമാണ് കാരണമെന്നാണ് ആക്ഷേപം. മറ്റൊരാൾ കൂടി ബലിയാടായ സാഹചര്യത്തിൽ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെടുകയാണ് അമൃതരാജിന്റെ കുടുംബം. അപ്പോൾ പിന്നീട് ഞാൻ ഇതിന്റെ പുറകിൽ ഇത് അന്വേഷിച്ചു. ഞാൻ പലരുമായിട്ടും ഇത് അന്വേഷിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ. അപ്പോൾ ഇരുന്നോ ഇങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നീതുവിന്റെ കേസ് ഞാൻ കാണുമ്പോഴാണ് ഇത് ഒരു അബദ്ധമല്ല, ഇത് മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ഒപ്പം IMAയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ഇവർ ഉന്നയിക്കുകയാണ്. തങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടു, നീതുവിനെങ്കിലും നീതി കിട്ടണമെന്നാണ് കുടുംബം പറയുന്നത്. ക്യാമറമാൻ അരുണ സാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.